നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഈ ലോകം കരുണയും കരുതലും മാത്രമുള്ളതല്ല, മറിച്ച് ഒരു ഇരുണ്ട വശം കൂടിയുണ്ട്. സുഹൃത്തുക്കൾ പോലും ചതിക്കുന്ന ലോകത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നു നീങ്ങുന്നത്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വൈകിയെത്തിയ വിവാഹ സമ്മാനം ദമ്പതികളെ എത്തിച്ചത് ഖത്തറിലെ ജയിലിൽ. തന്റെ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്താണ് ഒനിബ എന്ന യുവതിക്ക് ഉറ്റബന്ധു ഒരു വിവാഹ സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. മുംബൈ സ്വദേശികളായ ഒനിബയ്ക്കും ഭർത്താവിനും ഖത്തറിൽ ഒരു മധുവിധു ആഘോഷം അതാണ് ഒരുക്കി നൽകിയത്. ചെലവ് മുഴുവൻ ബന്ധു വഹിക്കാമെന്നും ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ വൈകിയെത്തിയ വിവാഹ സമ്മാനമാണെങ്കിലും ഗർഭകാലം ഖത്തറിൽ ആഘോഷിക്കാൻ ഒനിബയും ഭർത്താവ് ഷെരീഫും തയ്യാറാവുകയായിരുന്നു. 2019 ജൂലൈ 6 ഇവർ മുംബൈയിൽ നിന്ന് ഖത്തറിലേക്ക് പറന്നത്. എന്നാൽ ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ ഒനിബയും ഭർത്താവും പോലീസ് കസ്റ്റഡിയിലാവുകയായിരുന്നു. പിന്നീട് ഇവരെ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി. ഇവരുടെ ലഗേജിൽ നിന്ന് 4 കിലോഗ്രാം ഹാഷിഷ് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഹണിമൂൺ സ്പോൺസർ ചെയ്ത ബന്ധു ഖത്തറിലുള്ള ഒരു സുഹൃത്തിനെ കൈമാറാൻ വേണ്ടി ഇവരുടെ കൈവശം ഏൽപ്പിച്ച പാക്കറ്റിലായിരുന്നു ലഹരി മരുന്ന് ഉണ്ടായിരുന്നത്. മയക്കുമരുന്ന് കടത്തിന് ഇരുവർക്കും 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ഖത്തർ കോടതി വിധിക്കുകയായിരുന്നു. അതേസമയം 1 വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ മുംബൈ പോലീസും നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോയും ദമ്പതികൾ നിരപരാധികളാണെന്നും ബന്ധുവായ തബസ്സമാണ് ഇവരെ കുരുക്കിലാക്കിയതെന്നും കണ്ടെത്തി. കഴിഞ്ഞ സെപ്റ്റംബറിൽ തബസ്സവും കൂട്ടാളിയായ നിസാം കാരയും മുംബൈ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഇവരിൽ നിന്ന് 13 ഗ്രാം കൊക്കൈൻ കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടന്നതെന്ന് NCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അങ്ങനെ നിരപരാധികളാണെന്ന് തെളിഞ്ഞതോടെ ഖത്തറിലുള്ള ദമ്പതികളെ ജയിൽ മോചിതരാകാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ NCB ഖത്തറിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർഷം മാർച്ചിൽ ഒനീബ ഖത്തറിൽ തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി. ഒനിബയുടെ അമ്മ നിരവധി കത്തുകൾ അയച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ മകളുടെയും ഭർത്താവിന്റെയും ജയിൽ മോചനത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.